ഗീത ഒരു മിനിറ്റ്. എനിക്ക് തന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കണം. ഒരു 5 minutes മതി. അന്ന് നടന്നൊക്കെ മതിയായില്ലേ? ഇപ്പൊ എന്തിനാ വന്നിരിക്കുന്നേ? അവക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. ഗീത വാ നമുക്ക് പോവാം. ഏയ് കുഴപ്പമില്ല, പ്ലീസ് ജസ്റ്റ് 5 minutes. എനിക്കെൻ്റെ ലൈഫിൽ ഒരുപാട് ഇഷ്ടമുള്ളത് 3 പേര് മാത്രമാണ്. അമ്മ, അച്ഛൻ, അനിയത്തി. അവർക്ക് 3 പേർക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമായി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ I think I'm in love with you. I love you. ഓയ്, എന്റെ ലൈഫ് പാർട്ട്ണർ നീയാണെന്ന് ഞാൻ തീരുമാനിച്ചു. പെട്ടെന്ന് നീയും തീരുമാനിക്കേ. റെക്കോർഡിംഗ് റൂം എവിടെയല്ല? ഓ മോൾ. ഓക്കെ സാറേ, സാറേ നിക്ക്, സാറേ നിക്കാൻ, സാർ. നമ്മുടെ പ്രധാനമന്ത്രി മോഡി അവർകളെ സന്ദർശിക്കാനായി അമേരിക്ക പ്രസിഡന്റ് ട്രംപ് നാളെ ഇന്ത്യയിലേക്ക് വരുന്നു. എക്സ്ക്യൂസ് മീ. താങ്ക് യു. ഹായ്. ഹലോ എവ്രിവൺ. എന്റെ പേര് ഗൗതം. എന്റെ അടുത്തുള്ള ഈ കുട്ടിയുടെ പേര് ഗീത. എനിക്ക് ഈ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾക്കായും നിങ്ങളോടുമായിട്ടൊരു കാര്യം ഞാൻ പറയാൻ വന്നിരിക്കുകയാണ്. ഐ ലവ് യു ഗീത. ഇതെന്താ ഗീത? ഓഫീസാണോ ലവേഴ്സ് പാർക്കാണോ? നിനക്കെന്താ പറ്റിയേ? അന്ന് ഈ പെൺകുട്ടിയോട് വഴക്കുണ്ടാക്കി, ഇന്നാണെങ്കിൽ ലവ് പ്രപ്പോസ് ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ ചാനലിന്റെ പേര് നശിപ്പിക്കുകയാണോ? എന്തായാലും മുംബൈയിൽ ഒരു ചാനൽ തുടങ്ങി മലയാളികളെ എൻകറേജ് ചെയ്യുന്നില്ലേ? എനിക്കിത് വേണം. ഇനി ഒരിക്കൽ കൂടി ഇമാതിരി മിസ്റ്റേക്ക് നടന്നാ എന്റെ റിയാക്ഷൻ ഇതായിരിക്കില്ല. മൈൻഡ് ഇറ്റ്. ഏയ് വലിയ കാര്യാക്കണ്ട. ഇതുവരെ എന്റെ അച്ഛൻ പോലെ എന്നെ അടിച്ചിട്ടില്ല, അറിയോ? ഞാൻ കല്യാണം കഴിക്കില്ല. എനിക്ക് എന്റേതായ ലക്ഷ്യമുണ്ട്. അനാഥയായി ഈ സ്വീറ്റിയെ ആർക്കെങ്കിലും ദത്തു കൊടുത്ത് ചിന്റുവിനെ ഞാൻ ദത്തെടുത്ത് സന്തോഷമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ചെറിയ കാര്യത്തിനാണ് പ്രണയം കല്യാണമൊക്കെ വേണ്ടെന്ന് വെക്കുന്നത്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ ദത്തെടുത്ത് കൊടുത്താൽ പോരെ? അതത്ര ഈസി അല്ല. ഞാൻ ഒരുപാട് നാളായി ശ്രമിക്കുന്നു. ആരും അവരെ സ്വീകരിക്കുന്നില്ല. ദത്തെടുക്കുന്ന പോലെ ഞാൻ ചെയ്ത് കാണിച്ചുതരാം.